ഈ വട്ടത്തെ ധനുമാസ തിരുവാതിര നോമ്പെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇന്ന് മകരം ഒന്നാണ്, മകരപ്പൊങ്കൽ ചെയ്യാമെന്ന് എഴുതി കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിലൊക്കെ നല്ലോണം ആഘോഷിക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ആഘോഷിക്കാറുണ്ട്. അവർ പൊങ്കാല ഇടും കേട്ടോ. അതായത് നമ്മുടെ അമ്പലങ്ങളിൽ പൊങ്കാല ഇടുന്ന അതുപോലെ തന്നെ വ്രതമൊക്കെ എടുത്തിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് പൊങ്കാലയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഗണപതി ഒരുക്കം എല്ലാം വെച്ചിട്ടാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ കിച്ചണിൽ തന്നെ പായസം വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ തലേന്ന് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ പാത്രം പായസം മാത്രം ഇടുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ പായസം വെക്കാമെന്ന് എഴുതി. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന് പായസം ഉണ്ടാക്കി. ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പുഴുക്കലരിയും ശർക്കര, തേങ്ങ, കൽക്കണ്ടം, മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒരു പായസം. ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല. അത് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല കേട്ടോ. പിന്നെ ഒരു സൈഡിൽ കൂടെ ഷോമോക്കും എന്നെ കൂടെ നിന്ന് പോകണമല്ലോ. അപ്പോൾ അതും ടിഫിനും റെഡിയാക്കണം. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ടും അങ്ങോട്ട് എത്തിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് താമസം ഉണ്ട് കേട്ടോ. പുഴുക്കലരി ആയതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷനൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കാറുണ്ട്. നാട്ടിലല്ല എന്നുള്ളൊരു വിഷമമൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പായസം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാവർക്കും കൊടുത്തത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാൻ. ബൈ, സീ യു.